കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിലെ വിശ്വാസ സമൂഹത്തിന് ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിലെ വിശ്വാസ സമൂഹത്തിന്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ വർഷവും കുവൈറ്റ് സെന്റ് തോമസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഇടവകയിലെ കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സർഗോത്സവം എന്ന പേരിൽ ഒരു വലിയ സാംസ്കാരിക സന്ധ്യ നടത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ഈ വലിയ സംരംഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയായി തീരുവാൻ എനിക്കും അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പുതിയ അനുഭവമായിരുന്നു കുവൈറ്റിലെ 3 വർഷക്കാലത്തെ ജീവിതം എന്നുള്ളത് സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കണം. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പ്രവാസ ലോകത്തിന്റെ കഷ്ടതകള്, പ്രയാസങ്ങള്, അതിലുപരി നന്മകള് ഒക്കെ കണ്ടറിയുന്നതിനും കേട്ടറിയുന്നതിനും ഒക്കെയുള്ളൊരു അവസരമായിരുന്നു കുവൈറ്റിലെ താമസം എന്നുള്ളതും ഈ സമയത്ത് ഓർക്കുകയാണ്. നമ്മുടെ ഇടവക കലാകാരന്മാരെ കൊണ്ടും കലാകാരികളെയും കൊണ്ടും നിറഞ്ഞ ഒരിടവകയാണ്. കുവൈറ്റ് സെന്റ് തോമസ് ഇടവകയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാർ ഈ ഇടവകയിൽ ഉണ്ട് എന്നും. തീർച്ചയായിട്ടും ഈ കലാകാരന്മാരുടെ കലാകാരികളുടെ കഴിവുകൾ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിനും രൂപപ്പെടുത്തിയെടുക്കുന്നതിനും നമുക്ക് കഴിയണം എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. കല ദൈവം തമ്പുരാന്റെ ദാനമാണ്. ഈ കലാപരമായ സാഹിത്യപരമായ കഴിവുകൾ ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടതായിട്ടും ഉണ്ട്. മാത്രമല്ല, കലാപരമായ സാംസ്കാരികപരമായ കഴിവുകളിലൂടെയാണ് അല്ലെങ്കിൽ വിഷയങ്ങളിലൂടെയാണ് പുതിയ തലമുറയോട് നാം നമ്മുടെ കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ പറയുന്നു. അതുകൊണ്ട് ഈ കലാസന്ധ്യ എന്ന് പറയുന്നത്, ഈ സർഗോത്സവം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ കലകളും ഒക്കെ അറിയിച്ചു കൊടുക്കുന്നതിനുള്ള, അവരോട് സംവേദിക്കുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് മാറണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയും. നമ്മളുടെ ഈ പ്രവാസ ലോകത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ നാട്ടിലെ നമ്മളുടെ പഴയ പാട്ടുകൾ, പഴയ സാംസ്കാരിക പ്രോഗ്രാമുകൾ ഒന്നും അറിയില്ലായിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇവിടെ ക്രമീകരിക്കുന്നതിലൂടെയാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതും അവർക്ക് അതിലൂടെയാണ് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള അഭിമാനം വർദ്ധിക്കുന്നതും എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ പുതിയ തലമുറയിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ദേശത്തെക്കുറിച്ചുള്ള അവരുടെ ആത്മാഭിമാനം വർദ്ധിക്കുന്നതിനും ദേശത്തോടുള്ള അവരുടെ